ബഹുമാന്യനായ വട്ടിയൂർക്കാവ് MLA അദ്ദേഹം മേയറായിരുന്ന സമയത്ത് ഇതേ സമാനമായ വിഷയമുണ്ടായി. നഗരസഭയുടെ ജീവനക്കാർ ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന, അവരെ തടഞ്ഞു വെക്കുന്ന, അവർക്കെതിരെ പരാതിയുമായി കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. അത് നമ്മുടെ മുന്നിലെ അനുഭവമാണ്. നിങ്ങൾ പ്രശാന്ത് MLA അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ അത് എവിടെയാണെന്ന് കാണിക്കും. ഞങ്ങൾക്ക് ഒരു ലെറ്റർ ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുത്തു എന്നതാണ് നഗരസഭ പറയുന്നത്. അല്ല, എവിടെയാ അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഞങ്ങൾ അന്വേഷിക്കും. ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയി എന്ന ശുചീകരണ തൊഴിലാളിയെ കാണാതായി 2 രാത്രിയും 2 പകലും പിന്നിടുമ്പോഴും ആശ്വാസകരമായി ഒന്നും ഉണ്ടാകുന്നില്ല. പ്രതീക്ഷാവഹമായ ഒരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിൽ നാവികസേനാ സംഘവും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്നു. ഈ നാട് മുഴുവൻ ജോയിക്കായി കാത്തിരിക്കുമ്പോഴും വൃത്തിയാക്കുന്നതിൽ റെയിൽവേക്ക് സംഭവിച്ച വീഴ്ച പകൽ പോലെ വ്യക്തമായിരിക്കുമ്പോഴും ഉത്തരവാദിത്തം കോർപ്പറേഷന്റെ തലയിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു റെയിൽവേ. ഉത്തരവാദിത്തവും വീഴ്ചയും ആരുടേത് എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോഴും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കുന്നുകൂടിയ മാലിന്യത്തിന്റെ ഉത്തരവാദിത്തം ആർക്ക് എന്ന ചോദ്യമാണ് ഇനി ആവർത്തിച്ച് ചോദിക്കേണ്ടത്. വാസ്തവത്തിൽ മകനെ കാണാതായത് മുതൽ വിങ്ങലോടെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ കണ്ണുനീർ, അലക്ഷ്യമായി ഒരു പ്ലാസ്റ്റിക് കഷ്ണമെങ്കിലും പൊതുനിരത്തിലേക്ക് വലിച്ചെറിഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും നെറുകയെ പൊള്ളിക്കണം. ഇത്രയും വൃത്തിഹീനമായ മാലിന്യത്തിൽ ഇറങ്ങേണ്ടി വന്ന ജോയിയും കൂടെയുണ്ടായിരുന്നവരും, ജോയിക്കായി 30 മണിക്കൂറിലധികമായി ആ മാലിന്യ കൂമ്പാരത്തിൽ മുങ്ങിത്തപ്പുന്നവരും പച്ചയായ മനുഷ്യരാണ് എന്നുകൂടി ഓർക്കണം.